ഫാമിലി. അപ്പോൾ +1 അഡ്മിഷൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. വേറൊന്നുമല്ല, നമ്മളുടെ ആപ്ലിക്കേഷൻസ് കൊടുക്കാനുള്ള ഡേറ്റ് കഴിഞ്ഞ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും അതിന് മുൻപേ തന്നെ ഓൾറെഡി അപ്ലൈ ഒക്കെ ചെയ്ത് ഫുൾ ഓൺ സെറ്റായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അല്ലേ. അപ്പം നമുക്കറിയാം, ഒരുപാട് വീഡിയോസിലായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അപ്ലിക്കേഷൻസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു തെറ്റും വരുത്താതെ വളരെ ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് തന്നെ വേണം കൊടുക്കാൻ എന്നുള്ള ഒരു വിവരം നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനനുസരിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടിയും വളരെ ശ്രദ്ധയോടുകൂടിയും ആയിട്ടായിരിക്കാം എൻ്റെ കുട്ടികളെല്ലാവരും ചെയ്തിട്ടുണ്ടാവുക അല്ലേ. പക്ഷേ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചിലപ്പോൾ ആ സമയത്ത് ചില മിസ്റ്റേക്സ് കണ്ടില്ല. പക്ഷെ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ നോക്കുമ്പോൾ ചില മിസ്റ്റേക്സ് പറ്റിപ്പോയി. അറിയാതെ എനിക്ക് ബോണസ് പോയിന്റ് ഇല്ലാത്ത സാധനങ്ങളിൽ പോയിട്ട് ഞാൻ ബോണസ് പോയിന്റിന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അർഹതയില്ലാത്ത ചില കാര്യങ്ങൾ ഞാൻ അപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ നിങ്ങളിപ്പം സ്കൂളിൻ്റെ ഓർഡേഴ്സൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരുപാട് സ്കൂളുകൾ കൊടുക്കുമ്പോൾ പിന്നീടായിരിക്കും നിങ്ങൾക്കൊരു ബോധം വന്നിട്ടുണ്ടാവും, അതായത് എനിക്ക് ഈ കോഴ്സുകളൊക്കെ ഒന്ന് എനിക്ക് അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ കൊടുത്തത് കുറച്ച് അബദ്ധമായിപ്പോയി, എനിക്ക് അതിലൊന്നും കൂടെ റീഅറേഞ്ച് ചെയ്യണമെന്ന് ചിലപ്പം അപ്ലൈ ചെയ്തതിന് ശേഷമായിരിക്കും എൻ്റെ കുട്ടികൾക്ക് തോന്നിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സുകളിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവില്ല, എൻ്റെ അഡ്മിഷൻ മുടങ്ങിപ്പോവോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാൻ ഞാൻ എന്താ ചെയ്യുക, അങ്ങനെ ഒരു ഓപ്ഷൻ ഒന്നും ഇവിടെ കാണുന്നില്ല എന്നുള്ള ടെൻഷൻ അടിച്ചിരിക്കുന്ന എൻ്റെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഞാൻ പ്രത്യേകം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ വളരെ ശ്രദ്ധയോടുകൂടെ കൊടുക്കണമായിരുന്നു. പക്ഷെ എന്തോ പ്രശ്നം പറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ചെറിയ മിസ്റ്റേക്സ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ മുഖ്യ അലോട്ട്മെൻറ്റുകൾക്ക് മുമ്പ്, അതായത് മെയിൻ അലോട്ട്മെൻറ്റ്സ് വരുന്നതിന് മുൻപായിട്ട് ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങൾക്കൊരു സ്പെസിഫിക് ഡേറ്റ്സിനുള്ളിൽ എന്തൊക്കെയാണോ നിങ്ങളുടെ അപ്ലിക്കേഷൻസിൽ മിസ്റ്റേക്സ് ഉള്ളത് അതെല്ലാം മാറ്റാനുള്ള ഒരു അവസരമുണ്ട്. അതിപ്പോൾ പേരായിക്കോട്ടെ, അതുപോലെ തന്നെ ബോണസ് പോയിൻറ്റ്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാൻ, അതായത് ഓപ്ഷൻസ് നിങ്ങൾ കൊടുത്തതിൽ ഫസ്റ്റ് ഓപ്ഷൻ തേർഡിലേക്ക്, തേർഡ് ഓപ്ഷൻ ഫസ്റ്റിലേക്ക്, അങ്ങനെ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനുള്ള ഒക്കെയുള്ള ഒരു അവസരം നമ്മുടെ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്കൊരു ഫിക്സ്ഡ് ഡേറ്റ്സിനുള്ളിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം മറക്കാതെ വളരെ കൃത്യതയോട് കൂടിയിട്ട് ആ മിസ്റ്റേക്സുകൾക്ക് നിങ്ങൾ തിരുത്തണം. തിരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അഡ്മിഷൻസിൻ്റെ സമയത്ത് നിങ്ങളുടെ വെരിഫിക്കേഷൻ നടത്തുമ്പോൾ അതിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻസ് വരെ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ +1 അഡ്മിഷനെ തന്നെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൊണ്ടും ഇപ്പം എൻ്റെ കുട്ടികൾ പേടിക്കേണ്ട. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. നമ്മുടെ +1ൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിനു മുമ്പ് എന്തൊക്കെയാണ് മിസ്റ്റേക്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് നിങ്ങളുടെ ഓപ്ഷൻസിൽ ഇനി റീഅറേഞ്ച്മെൻറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നേരത്തെ നിങ്ങൾ നോക്കി വെച്ച് ആ സമയത്തിനുള്ളിൽ തന്നെ പോയിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ എല്ലാവർക്കും എന്ത് ചെയ്യുക, പാസ് ചെയ്യുക. സോ അപ്ലിക്കേഷൻസിൽ തെറ്റ് പറ്റി എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരവസരം കൂടെ മക്കളെ ഉണ്ട്. ആ ലാസ്റ്റ് ചാൻസ് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗപ്പെടുത്തുക. ആൻഡ് എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിൽ ഇഷ്ടപ്പെട്ട സ്കൂളിൽ തന്നെ അഡ്മിഷൻസ് കിട്ടട്ടെ എന്ന് മിസ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇൻഫോർമേഷൻ എൻ്റെ കുട്ടികൾ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, താങ്ക് യു.